ജന്മം നൽകിയതിൻ്റെ ശിക്ഷ നടപ്പാക്കി. താമരശ്ശേരിയിലെ കിടപ്പിലായ അമ്മ സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ലഹരിക്കടിമയായ മകൻ പറഞ്ഞ വാക്കുകളാണിത്. നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മയെ കൊലപ്പെടുത്തിയതിൻ്റെ യാതൊരു കുറ്റബോധവും അയാൾക്കില്ല. ലഹരി വാങ്ങാൻ പണം കൊടുക്കാത്തതാണ് പ്രകോപന കാരണം. ഇതിനു മുൻപ് 3 തവണ സുബൈദയെ മകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ട്യൂമർ രോഗിയാണെന്ന് അറിഞ്ഞിട്ട് പോലും സ്വന്തം അമ്മയോട് കരുണ കാണിക്കാതിരുന്ന ആഷിക്ക് എത്രത്തോളം മനസ്സാക്ഷിയില്ലാത്തവനായിരിക്കും. ഇതോടൊപ്പം രാജ്യവും സംസ്ഥാനവും ഉറ്റുനോക്കുന്ന 2 കൊലക്കേസുകളിൽ നാളെ ശിക്ഷ വിധിക്കുകയാണ്. കൊൽക്കത്തയിലെ സഞ്ജയ് റോയ്ക്കും പാറശാലയിലെ ഗ്രീഷ്മയ്ക്കും തൂക്കുകയർ വിധിക്കുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മക്കൾ വളർന്നു കഴിയുമ്പോൾ വാർദ്ധക്യകാലത്ത് ഒരാശ്രയമാകുമെന്നാണ് പല മാതാപിതാക്കളും കരുതാറുള്ളത്. എന്നാൽ ഈ കെട്ട കാലത്ത് ഇനി അങ്ങനൊരു പ്രതീക്ഷ വേണ്ട കേട്ടോ. പുതിയ തലമുറയ്ക്ക് കൂട്ടുകാർക്കൊപ്പം അടിച്ചു പൊളിച്ച് ജീവിക്കണം, ലഹരി ഉപയോഗിക്കണം. അതിനുള്ള പണം കണ്ടെത്താൻ സ്വന്തം മാതാപിതാക്കളെപ്പോലും കൊലപ്പെടുത്താൻ മടിക്കില്ല. കോഴിക്കോട് താമരശ്ശേരിയിലെ ആഷിക്ക് ലഹരി വാങ്ങാൻ പലതവണ അമ്മയോട് പണം ആവശ്യപ്പെട്ടതാണ്. അത് കൊടുക്കാത്തതിൻ്റെ പകയായിരുന്നു സുബൈദ എന്ന രോഗബാധിതയായ അമ്മയുടെ കൊലപാതകത്തിന് കാരണം. അമ്മയെ വെട്ടിക്കൊന്ന കേസിൽ അറസ്റ്റിലായ മകൻ ആഷിഖിനെ റിമാൻഡ് ചെയ്തു. ജന്മം നൽകിയതിന്റെ ശിക്ഷ നടപ്പാക്കി. കിടപ്പിലായ അമ്മ സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ലഹരിക്കടിമയായ മകൻ പറഞ്ഞതാണിത്. സ്വത്ത് വിൽക്കാൻ ആഷിഖ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സുബൈദ തയ്യാറായിരുന്നില്ല. ഇതിലുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. ആഷിഖ് മുൻപും കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ടെന്നും പലരോടും സുബൈദയെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതായും പോലീസ് വ്യക്തമാക്കി. മോട്ടീവായിട്ട് ഇയാൾ ഈ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വിൽക്കണം എന്നുള്ള ആവശ്യപ്പെടാറുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണമെന്ന് പലതവണ ഈ പലരോടായിട്ട് ഇവർ പോയി പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ അമ്മയെ കൊല്ലാനുള്ള 2-3 അറ്റംപ്റ്റ് നേരത്തെ നടത്തിയിട്ടുണ്ട്. ഇവൻ ഇന്നലെ ലഹരി ഉപയോഗിച്ചിരുന്നു. ഇല്ല, ഞങ്ങൾ പോലീസ് അത് എൻ്റെ ഭാഗം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടുള്ള പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ലഹരി വിൽപ്പനയായിട്ട് ബന്ധമല്ലോ നേരത്തെ അങ്ങനത്തെ? ഇല്ല, അത് പോലീസ് ആ കാര്യങ്ങൾ ലഹരി അടുത്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലഹരിക്കടിമയായ ആഷിഖ് ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് സുബൈദയുടെ സഹോദരിയുടെ പുതുപ്പാടിയിലെ വീട്ടിലെത്തിയത്. സുബൈദ ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ കിടപ്പിലായിരുന്നു. ആവശ്യപ്പെട്ട പണം നൽകാൻ തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതി ആഷിഖ് അടുത്ത വീട്ടിൽ നിന്നും കൊടുവാൾ വാങ്ങി സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കഴുത്ത് ഏറെക്കുറെ അറ്റ നിലയിൽ അയൽക്കാരാണ് സുബൈദയെ താമരശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ പ്രതിയായ ആഷിഖിനെ പോലീസ് രാവിലെ ഫോറൻസിക് തെളിവെടുപ്പിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ എത്തിച്ചു. ഫോറൻസിക് പരിശോധന പൂർത്തീകരിച്ച ശേഷം ആഷിഖിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം കുന്നമംഗലം മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 താമരശ്ശേരി.